ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നെപ്റ്റ്യൂൺ എന്നൊരു പ്രോജക്റ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഒരു മാസം 1.5 മാസം മുമ്പ് നിങ്ങൾക്ക് ഇതിൻ്റെ ലിങ്ക് വിട്ടിട്ടുണ്ടായിരുന്നു ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം പേര് ഡൗൺലോഡ് ചെയ്തിരിക്കണമെന്ന് അറിയില്ല. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് കേട്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇതൊരു പക്ഷേ ജീവിതം മാറ്റിമറിക്കും. ചിലപ്പോൾ നമ്മൾ ചെയ്തത് വെറുതെ ആവും, ചിലപ്പോൾ നന്നായിട്ട് മാറ്റിമറിക്കും. എനിക്ക് ഓൾറെഡി ഇതിന്ന് വിഡ്രോവലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽ തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് വരിക. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ എന്നുള്ളത് ആൻഡ്രോയിഡിൽ ചെയ്യുന്നവരെന്ത് ചെയ്യുക, ഈ APK ഫയൽ ഡൗൺലോഡ് ചെയ്യുക. അല്ലാത്തവർ ആപ്പ് സ്റ്റോർ ഉണ്ടാവും, ആപ്പ് സ്റ്റോറിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടിൽ ഏതാണോ നിങ്ങളുടെ ഫോൺ അതിനനുസരിച്ച് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ APK ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻ എടുത്തിട്ട് ഇതിൽ ഡൗൺലോഡ് എന്നൊരു സെക്ഷൻ ഉണ്ടാവും. അത് ഓപ്പൺ ആക്കിയാലാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു കോയിൻസ് ഇവിടെ കിട്ടുക. ഓക്കെ, അല്ല കോയിൻസ് അല്ല, ആപ്ലിക്കേഷന്. അപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ ഉണ്ടാവും, അത് കൊടുത്താൽ അത് ഇൻസ്റ്റാൾ ആവും. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ അക്കൗണ്ട് എങ്ങനെ തുടങ്ങുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള നെപ്റ്റ്യൂൺ. ഓക്കെ, അപ്പോൾ അത് ഓപ്പൺ ആക്കുകയാണ്. ഓപ്പൺ ആക്കിയിട്ട് ക്രിയേറ്റ് വാലറ്റ് എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, അതിൻ്റെ താഴത്ത് മറ്റേ ഇമ്പോർട്ടിംഗ് വാലറ്റ് ഉണ്ട്, അത് വേണ്ട. അപ്പോൾ ഇമ്പോർട്ട് വാലറ്റ് എന്നുള്ളത് കൊടുക്കേണ്ട ആവശ്യമില്ല, ക്രിയേറ്റ് വാലറ്റ് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ഫസ്റ്റായിട്ട് ചെയ്യുന്നതാണ് നിങ്ങൾ, അതുകൊണ്ട് ക്രിയേറ്റ് വാലറ്റ് കൊടുക്കുക. എന്നിട്ട് അവർ ഇവിടെ ഒരു കീ തരുന്നുണ്ട്. ഇത് നമ്മൾ എവിടെയെങ്കിലും സേഫായിട്ട് സൂക്ഷിക്കുക. അതായത് ആർക്കും കാണാത്ത രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ സൂക്ഷിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിലോ നോട്ടിലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് എന്ത് ചെയ്യുക, എഴുതി വെക്കുക. അതിൻ്റെ ശേഷം നിങ്ങൾ എഴുതി വെക്കാനോ അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇവിടെ കോപ്പി കാണുന്നുണ്ട്, കോപ്പി ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്തിട്ട് വെക്കുക. ഓക്കെ, പിന്നെ അടുത്തത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ ഒരു പാസ്വേഡ് നിങ്ങളോട് ടൈപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കുക. ഞാൻ ഓൾറെഡി പാസ്വേഡ് സെറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ ഓൾറെഡി പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി താഴത്ത് ഈ കാണുന്ന, അതായത് ഇവിടെ ഒരു 5 ലെറ്റർ കൊടുത്തിട്ടുണ്ട് അവർ. അത് ജസ്റ്റ് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, 32655. അത് കൊടുത്തതിന് ശേഷം കൺഫേം കൊടുക്കുക. ഇപ്പോൾ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. നിങ്ങൾ അക്കൗണ്ടിൻ്റെ പ്രൈവസി കീ ആണ് ഇത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും അത് വേറെ ഒരാൾ കാണാതെ അല്ലെങ്കിൽ സൂക്ഷിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കോപ്പി ചെയ്ത് വെക്കുക. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷന് അൺഇൻസ്റ്റാളായി പോവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ നമുക്ക് നേരത്തെ കാണിച്ചില്ലേ ഇമ്പോർട്ട് വാലറ്റ്, അവിടെ കൊണ്ടുപോയിട്ട് ഇത് പേസ്റ്റ് ചെയ്താൽ നമുക്ക് സെയിം അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇതാണ് NT കോയിൻ്റെ ബാലൻസ് കാണിക്കുന്ന സ്ഥലം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ടോക്കണും ഇല്ല. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, നമുക്ക് ഇതിനൊരു റെഫറൽ വേണം. അപ്പോൾ അത് ഞാനിവിടെ കോഡ് തരാം. അതായത് മീ എന്നുള്ളത് എടുക്കുക. നമ്മുടെ പ്രൊഫൈലാണിത്. മീ എടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴത്ത് ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഇൻവൈറ്റ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അവിടെ പോവാം. അവിടെ പോയിട്ട് ഇത് നിങ്ങളുടെ ഇൻവൈറ്റ് കോഡാണ് ഇത്. നിങ്ങളാരെങ്കിലും റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് ചെയ്യുക. ഞാൻ റെഫർ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് റെഫറൽ കോഡ് എൻ്റെത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ റെഫറൽ കോഡ് വേണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ഞാൻ തരുന്ന റെഫറൽ കോഡ് പറ്റുന്നവരൊക്കെ അടിച്ചിട്ട് എന്ത് ചെയ്യുക, അത് ക്ലിയറാക്കി ചെയ്യാം. അതായത് ഇവിടെ പ്രസ് ചെയ്യുക. എന്നിട്ട് ഞാൻ കൊടുത്ത പോലെ ക്യാപ്സൽ ലോക്കും സ്മാൾ ലെറ്ററും ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് തന്നെ കൊടുക്കുക. MMEHK
എക്സ്, അതായത് ഫസ്റ്റ് 3 ലെറ്റർ ക്യാപ്ഷൻ ലോക്ക്, മറ്റേത് 2 സ്മോൾ ലെറ്റർ. ഓക്കെ, അപ്പോൾ അത് ഇൻവൈറ്റ് കൊടുത്തതിൻ്റെ ഇവിടെ തന്നെ ടൈപ്പ് ചെയ്തിട്ട് താഴത്ത് കാണുന്ന കൺഫേം കൊടുക്കുക. ബിൻഡിങ് സക്സസ്ഫുൾ എന്നായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ബാലൻസ് പോയി നോക്കിയാൽ 5000 NT ടോക്കണാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അതിന് ഇപ്പോഴത്തെ വർത്ത് 10000 ടോക്കണാണ്, അതായത് 8.5 ലക്ഷം രൂപയുടെ മുകളിലാണ് ഇപ്പോഴത്തെ വാല്യൂ. ഓക്കെ, പിന്നെ അതിൽ വരുന്നത് ഇവിടെ എക്സ്ചേഞ്ച് എന്നുള്ളത് ഓപ്പൺ ചെയ്താൽ ഇവിടെ കാണിക്കുന്നുണ്ട് ഒരു NT ടോക്കണ് ഇപ്പോഴത്തെ റേറ്റ്. ഒരു NT ടോക്കണ് $2. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വിഡ്രോവൽ വരുമ്പോൾ ഇവിടെ NT ടോക്കൺ കാണിക്കും, ഇവിടെ NT ടോക്കൺ കാണിക്കും. ആ NT ടോക്കണിൻ്റെ വാല്യൂ ഇവിടെ കാണിക്കും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ എക്സ്ചേഞ്ച് എന്നുള്ളതിൽ കൊടുത്താൽ കൺവേർട്ടായിട്ട് വരും. അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഇവരെ ഡെഫി പാർട്ട്ണർഷിപ്പ്, ഡെഫിയിൽ പങ്കെടുക്കണം. ഡെഫി എന്ന് വെച്ചാൽ നമ്മളെ ബെറ്റിങ് പോലെയൊരു പരിപാടിയാണ്. അപ്പോൾ അതിൽ നമ്മൾ പങ്കെടുക്കണം. ഞാൻ ഓൾറെഡി ഒരു 2-3 മാസമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. അതായത് ഒന്നില്ലെങ്കിൽ ഒരു നമ്മളെ ഡോളറാണിത്, USDT, നമ്മളെ ഡോഗ്സൊക്കെ വിറ്റിട്ട് കിട്ടണ USDT ആണിത്. അതേപോലെ തന്നെ ഡോഗ്സ് എക്സ്ചേഞ്ച് ആക്കിയിട്ട് നമുക്ക് TRX ആക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിൽ ഓൾറെഡി ഡോഗ്സൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ പറ്റുന്നവരൊക്കെ ഒന്നില്ലെങ്കിൽ ഒരു 100 TRX കോയിന് അല്ലെങ്കിൽ ഒരു 10 USDT ഇതിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം. ഇവിടെ റിസീവ് അഡ്രസ്സ് കാണിക്കുന്ന ഇതിലോട്ട് TRX ആണെന്നുണ്ടെങ്കിൽ TRX എടുക്കുക, ഈ റിസീവിങ് അഡ്രസ്സ് എടുക്കുക. അല്ല USDT ആണെന്നുണ്ടെങ്കിൽ ഇവിടെ റിസീവ് അഡ്രസ്സ് ഉണ്ടാവും, ആ റിസീവ് അഡ്രസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇവിടെ ഡെഫിയിൽ പങ്കെടുക്കണം. ഇനി നിങ്ങൾക്ക് പങ്കെടുക്കാൻ ഇപ്പോൾ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ഇത് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഒരു 5000 ടോക്കൺ ഏൺ ചെയ്ത് വെക്കുക. ഇനി വരുന്ന ബ്ലമ്മ് വരാനുണ്ട്, ഹാംസ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ ഇതിന്നൊക്കെ എന്ത് ചെയ്യുക, ഏതെങ്കിലുമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒരു $10 ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് ഇതിലും കൂടെ പങ്കെടുക്കാം. പോയാലൊരു 1000 രൂപയുടെ ഉള്ളിൽ പോകും. കിട്ടിയാൽ ജീവിതം തന്നെ മാറ്റിമറിയുകയും ചെയ്യും. കാരണം ഇത് OKXൽ ഓൾറെഡി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്ത്, നെപ്റ്റ്യൂൺ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. OKXൽ അവരെ അതായത് ഇതിൻ്റെ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് മന്ത് 25ൻ്റെ ഉള്ളിലൊക്കെ അവരെന്ത് ചെയ്യും, ഇത് കംപ്ലീറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നെപ്റ്റ്യൂൺ നെറ്റ്വർക്കിൻ്റെ ട്വിറ്റർ പേജാണ്. അതിൽ ഓൾറെഡി OKX അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് കണ്ടോ, OKX ഓൾറെഡി അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ ഏതോ കോയിൻ ബേസിലോ ഏതിലോ ഒന്നും കൂടെ അവർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ ഒരു 1000 പോകും, എത്രയോ പൈസ പോകുന്നു അതിൻ്റെ കൂട്ടത്തിൽ. ഇല്ല എന്നുണ്ടെങ്കിൽ ജീവിതം മാറി മറിയും. കാരണം ഇവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കണ്ട, ഓഗസ്റ്റ് 13 അവർ പിൻ ചെയ്ത് വെച്ചതാണ്. വിൽ ബി ഒഫീഷ്യലി ലിസ്റ്റഡ് ഓൺ OKX കോയിൻബേസ് ഗെറ്റ് ഓൺ എക്സ്ചേഞ്ച്. സെപ്റ്റംബർ 15 ആയിരുന്നു, അത് ഒക്ടോബറിലോട്ട് മാറ്റിയിട്ടുണ്ട്. അവർക്ക് 30 ദിവസം കൂടെ OKXൽ ലിസ്റ്റ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് അതിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇവരെ ടെലഗ്രാം പേജിൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ളൊരു ഇതാണിത്. OKXൽ ഒക്ടോബർ 22-നാണ് അവർ ലോഞ്ചിങ് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് മിനിമം മാർജിൻ പാർട്ടിസിപ്പേറ്റിംഗ് ഡെഫി ട്രാൻസാക്ഷനിൽ 10 USDT അല്ലെങ്കിൽ 100 TRX. അത് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ നമുക്ക് കോയിൻസ് വിഡ്രോവൽ വരും. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഇതിൽ ജോയിൻ ചെയ്തിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. കാരണം നമുക്ക് പുറത്തുനിന്ന് പൈസ എടുക്കേണ്ട ആവശ്യമില്ല. ഡോഗ്സ്, ഹാംസ്റ്റർ, ബ്ലമ്മ് ഏതെങ്കിലുമൊക്കെ ഒന്ന് നമുക്കൊരു $10 കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാം. പിന്നെ നിങ്ങളെല്ലാവരും ചെയ്യുമ്പോൾ ഇതൊരു വർക്ക് ഫ്രം ഹോം പോലെ തന്നെ ആക്കിയിട്ട് ചെയ്യാം. കിട്ടുന്ന പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ പരമാവധി കളക്ട് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എല്ലായിടത്തും ചെയ്യാൻ പറയാം.
കിട്ടിയാൽ ലക്ഷങ്ങൾ കിട്ടും, പോയാൽ ഒരു 1000-ൻ്റെ ഉള്ളിൽ പോകും. അപ്പോൾ ഞാൻ 2-3 മാസമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്യാവശ്യം ഏണിങ്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വിഡ്രോവൽ ലോക്ക് ചെയ്ത് വെച്ചേക്കാണ്. OKXലൊക്കെ ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ടെലഗ്രാമിൽ കറക്റ്റായിട്ട് അറിയിക്കും. ഓക്കെ, അപ്പോൾ പറ്റുന്നവരൊക്കെ ചെയ്യാം.